ആ മരങ്ങൾക്കടിയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന പാറക്കഷ്ണങ്ങൾക്കുള്ളിൽ ഒരുപക്ഷെ കുറെ മനുഷ്യരുണ്ടാകും. അപ്പോൾ അതിന് JCB അവിടെ എത്തിച്ച് ആ മരങ്ങളൊക്കെ മാറ്റേണ്ടതുണ്ട്. അതിന് എത്ര സമയമെടുക്കും അരുൺ? വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണ് ആര്യ. 2 ദിവസം പിന്നിട്ടു, അത് 3-ാം ദിവസവും തുടരുകയാണ്. പരിമിതികൾ ഒരുപാടുണ്ടായിരുന്നു. അതാണ് ഈ സൈന്യത്തെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ഒപ്പം തന്നെ ആധുനിക യന്ത്രങ്ങളൊക്കെ ഇവിടേക്ക് എത്തിച്ചുകൊണ്ട് പരിഹരിക്കാൻ ശ്രമിക്കുന്നത്. വലിയ മരക്കൂമ്പാരങ്ങളാണ്. അതിന് താഴെ ആയാണ് ഒരാൾ പൊക്കത്തിൽ ഈ മണ്ണ് മൂടിക്കിടക്കുന്നത്. നമുക്ക് 2 മൃതദേഹങ്ങൾ ഇതിനോടകം കിട്ടി. ഇത് പുറത്തെടുത്ത സംഘത്തിലെ അംഗങ്ങൾ തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. കഴിഞ്ഞ മണിക്കൂർ പ്രതികരിച്ചതുപോലെ എന്താണ് സാർ ഈ പുതിയ വിവരങ്ങൾ? ഇനിയും ഈ ഒരു പ്രദേശത്തായി എന്തെങ്കിലും സൂചനയുണ്ടോ? സാർ, ഇംപ്രൂവ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സെക്സിന്റെ പൂർവാധികമായിട്ട് ജോലിയോടുകൂടി ഇംപ്രൂവ്മെന്റ് നടക്കുകയാണ്. ബാക്കി ഇവിടെ ഇപ്പോഴും നമ്മൾക്ക് അവിടെ ഒരു ശരീരഭാഗം ഞങ്ങൾ കിട്ടിയിരുന്നു. ആളുകളെ കേന്ദ്രീകരിച്ചിട്ട് ഒന്നുകൂടി അതിന്റെ പരിശോധന നടക്കുകയാണ്. ഇറ്റാച്ചികൾ 2 ഇറ്റാച്ചി അവിടെ അടുത്തടുത്തെത്തിക്കുന്നത് കാണുന്നുണ്ട്. അവിടെ ഞങ്ങൾ അതിന്റെ നമുക്ക് കഴിഞ്ഞ 2 ദിവസത്തേക്കാൾ ഈ ഒരു പ്ലാൻ ഉണ്ട്. അതിലൊരു പ്രോഗ്രസ് ഉണ്ട്. കാരണം യന്ത്രങ്ങളൊക്കെ എത്തി, കൂടുതൽ ഫോഴ്സ് ഇങ്ങോട്ട് എത്തി, അതൊക്കെ മികച്ച രീതിയിൽ പുരോഗമിക്കുന്നുണ്ടല്ലോ. അതെ സാർ, തീർച്ചയായും സാർ. നമ്മുടെ ഒരു ട്രൂപ്സ് മുകളിലേക്ക് അവിടെയും നമ്മളെ യന്ത്രങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. അതിന് പുറമെ ഇവിടെയും യന്ത്രങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് റോഡുകളുടെ അവിടെ ബ്രിഡ്ജിന്റെ കാര്യങ്ങൾ അതിനു വേണ്ടി കണ്ടതാണ്. യന്ത്രങ്ങൾ വന്നുകൊണ്ട് ഒരുപാട് സഹായമാണ് ഞങ്ങൾക്ക് റെസ്ക്യൂ ചെയ്യുന്നത്. നമ്മൾ എങ്ങനെയാണ് ഈ മരങ്ങൾ നീക്കുന്നത് ലക്ഷ്യമിടുന്നത്? പൂർണ്ണമായ ഒരു ഭാഗത്തേക്ക് മാറ്റുകയാണോ അതോ അത് ഒരു സ്ഥലം സാർ? നമ്മള് മാക്സിമം ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി ഞങ്ങള് സൂപ്പർ ഡോഗ് മുഖാന്തരം ഞങ്ങൾ ആ ഏരിയയെ കേന്ദ്രീകരിച്ചാണ് സെർച്ച് നടക്കുന്നത്. അതിന്റെ കൂടുതൽ ഒരു സൈഡ് തൊട്ട് സെക്കൻഡ് ലെയറായിട്ട് ഒരു സൈഡ് തൊട്ട് ഞങ്ങൾ അങ്ങനെ സെർച്ച് ചെയ്ത് വരുന്നത്. അത്തരത്തിൽ ഓരോ ഭാഗങ്ങൾ നേരത്തെ ഈ പോലീസ് സ്ക്വാഡിന് നായകൾ ഇവിടെയുണ്ട്. അത് ഒക്കെ നൽകുന്ന സൂചനകൾ പ്രകാരം ലൊക്കേഷനുകളൊക്കെ സ്പോട്ട് ചെയ്ത് നൽകിയിട്ടുണ്ടെന്നാണ് പോലീസ്